ഹലോ ഗൈസ്, എല്ലാവർക്കും നമസ്കാരം. ഞാൻ ശ്രീ വിശാഖ് വി എൻ്റർടൈൻമെൻ്റ് എന്ന നമ്മുടെ പേജിലേക്ക് ഏവർക്കും സ്വാഗതം. അപ്പോൾ ഇന്ന് എൻ്റെ കൂടെയുള്ളത് ഇഗ്നിസ്. ഇത് എൻ്റെ തന്നെ ഇഗ്നിസാണ്. ഇന്നത്തെ വീഡിയോയ്ക്ക് വലിയ പ്രാധാന്യമുള്ളതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അല്ലെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ ഇന്ന് ഇതിനകത്ത് സംസാരിക്കാൻ പോകുന്നത്, ഞാൻ ഈ പറയുന്നത് കേട്ടിട്ട് കാണണം വേണ്ട നിങ്ങൾ തീരുമാനിക്കാം. ഇത് ഞാനിപ്പോൾ എടുത്തിട്ട് ഏകദേശം ഒരു 2 മാസം ആവുന്നുണ്ട്. ഏകദേശം ഒരു 5000 കിലോമീറ്റർ റേഞ്ചിൽ ഈ വണ്ടി നിലവിൽ ഞാനിപ്പോൾ ഓട്ടിച്ചു. സെക്കൻഡ് സർവീസിലേക്ക് കടക്കുവാണ്. നാളെ മറ്റന്നാളെ നമുക്ക് ഈ വണ്ടി കൊണ്ട് കൊടുക്കണം. 4800 കിലോമീറ്ററോളം ആയിട്ടുണ്ട്. അത്യാവശ്യം നമുക്ക് ഓട്ടം ഉണ്ട്. ഇനിയും കുറച്ച് ഓട്ടങ്ങളുണ്ട്. അതുകൊണ്ടാണ് സർവീസിന് നിങ്ങൾക്ക് കൊടുത്തേക്കാമെന്ന് വിചാരിച്ചു. ഇനിയിപ്പോൾ ഒരു കണ്ണൂർ യാത്രയുണ്ട്, ചിലപ്പോൾ ഒരു ബാംഗ്ലൂർ യാത്രയുണ്ട്. അതെല്ലാം ഈ വണ്ടിയിൽ തന്നെ പോകാം എന്നാണ് നമ്മൾ പ്ലാൻ ചെയ്തേക്കുന്നത്. അപ്പോൾ അങ്ങനെ കുറച്ച് കാര്യങ്ങളുണ്ട്. പിന്നെ കുറേ അക്സസറീസ് ഈ ഒരു വണ്ടിയിൽ ഞാൻ നിലവിൽ ചെയ്തിട്ടുണ്ട്. മെയിനായിട്ട് നമ്മൾ പറയാൻ പോകുന്നത് അതാണ്. ഈ ഒരു അക്സസറീസ് ഓരോന്നും ചെയ്തത് എത്ര രൂപയ്ക്കാണ്, എവിടെ നിന്നാണ് നമ്മൾ പർച്ചേസ് ചെയ്തത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിച്ചിട്ടുള്ളത്. ഏറ്റവും ബേസ് മോഡലാണ് ഞാൻ എടുത്തത്. അപ്പോൾ ഒരു 60,000-70,000 രൂപ റേഞ്ചിലുള്ള ഒരു അക്സസറീസ് ഞാൻ ഇതിനകത്ത് ചെയ്തു. ഇനി എന്തൊക്കെ കാര്യങ്ങളാണ് നമുക്ക് ചെയ്യാൻ പ്ലാൻ ഉള്ളത്, ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഉൾക്കൊള്ളിക്കാൻ പോകുന്നത്. അപ്പോൾ എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ വീഡിയോയിലോട്ട് സ്വാഗതം. ആദ്യം തന്നെ ഇഗ്നിസിനെ കുറിച്ച് പറയാം. ഒരു 1.2 ലിറ്റർ 4 സിലിണ്ടർ വരുന്ന ഒരു വണ്ടിയാണ്. ഒരു പോക്കറ്റ് റോക്കറ്റ് എന്ന് തന്നെ വേണമെങ്കിൽ നമുക്കിന്ന് പറയാം. അത്രത്തോളം ഒരു ഡ്രൈവിംഗ് കംഫർട്ട് തരുന്നൊരു വാഹനമാണിത്. ഇപ്പോൾ നമ്മൾ ഒരു യാത്ര പോകുന്ന സമയത്ത് ഒരു 2 പേരോ 3 പേരോ അല്ലെങ്കിൽ 4 പേരോ ഈ ഒരു വാഹനത്തിലുണ്ട് എന്നുണ്ടെങ്കിൽ പോലും, നമ്മളൊരു ഓവർടേക്കിങ്ങിനാണെങ്കിൽ പോലും ഒരു ലാഗോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിനില്ല. അത്രയും പെർഫോമൻസ് തരുന്നൊരു വാഹനമാണ്. എന്നാൽ അതേപോലെ തന്നെ മൈലേജും തരുന്നൊരു വാഹനമാണിത്. പ്രത്യേകിച്ച് കംപ്ലയിൻസോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു വാഹനത്തിൽ വരുന്നില്ല. അത്യാവശ്യം നല്ല രീതിയിൽ മോഡിഫൈ ചെയ്യാൻ പറ്റുന്ന ഒരു മികച്ച വാഹനമാണ്. അങ്ങനെ കുറേ പ്രത്യേകതകൾ വരുന്നൊരു വാഹനമാണ് ഈ കാണുന്നത്. അപ്പോൾ ചിലർ പറയുന്നത് കേൾക്കാം, സെക്കൻഡ് റോയിൽ സ്പേസ് കുറവാണ് എന്നൊക്കെ പറയുന്നത് കേൾക്കാം. പക്ഷേ എൻ്റെ ഒരു യൂസേജിനും അല്ലെങ്കിൽ എൻ്റെ കൂടെ എൻ്റെ ഈ ഒരു വണ്ടിയിൽ സെക്കൻഡ് റോയിൽ കയറിയ പാസഞ്ചേഴ്സിന് ആർക്കും സ്പേസ് കുറവെന്നോ അങ്ങനെ പ്രശ്നങ്ങളൊന്നുമില്ല. 3 പേര് ഇരുന്ന് പോയാൽ ബുദ്ധിമുട്ടുണ്ട്. ഞങ്ങൾ 2-3 പേര് മിക്കവാറും പോകാറുണ്ട്, ബാക്കിൽ 5 പേര്. അപ്പം സെൻറ്ററിൽ ഇരിക്കുന്ന ഒരാൾക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ്. കുറച്ച് നീളവും കൂടെ ഉണ്ടെന്നുണ്ടെങ്കിൽ കാല് വെക്കാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. 4 പേരാണ് പോകുന്നതെന്നുണ്ടെങ്കിൽ വളരെ കംഫർട്ടായിട്ട് പോകാൻ പറ്റുന്നൊരു വാഹനം കൂടിയാണിത്. ആണ് തന്നെ മൈലേജ് ഞാൻ പറഞ്ഞേക്കാം. ഇപ്പോൾ ഒരു 5000 കിലോമീറ്ററോളം ഞാൻ ഓടിയിട്ടുണ്ട്. എനിക്ക് കിട്ടുന്ന മൈലേജ് പല കണ്ടീഷനിലും പല രീതിയിലുള്ള മൈലേജാണ് എനിക്ക് കിട്ടുന്നത്. എനിക്ക് 12-13 മൈലേജ് കിട്ടിയ കണ്ടീഷൻസ് ഉണ്ട്. അതാണ് എനിക്ക് ഏറ്റവും കുറച്ച് മൈലേജ് കിട്ടിയത്. ഒരു 13 മൈലേജ് വരെ കിട്ടിയ സിറ്റുവേഷൻസ് ഉണ്ട്. അത് എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ ഈ ഒരു അലോയ് ഇട്ടതിന് ശേഷം അത്യാവശ്യം റെഫ്യൂസ് ഞാൻ ചെയ്തിരുന്നു. അതായത് മൈലേജ് നോക്കാതെയും പെട്ടെന്ന് ഗിയർ ഡൗൺ ചെയ്തും ഒക്കെ ഞാനത് ഓടിച്ചിരുന്നു. അത്യാവശ്യം നല്ല RPM നല്ല രീതിയിൽ ആക്സിലേറ്റർ കൊടുത്തേക്ക് ഓടിച്ച സമയത്താണ് എനിക്കൊരു 13 റേഞ്ച്, ഒരു 12-13 റേഞ്ചിലുള്ളൊരു മൈലേജ് കിട്ടിയത്. എന്നാൽ ഈ ഒരു അലോയ് ഇട്ടതിന് ശേഷം 19-20 റേഞ്ചിൽ മൈലേജ് കിട്ടിയ സിറ്റുവേഷൻസും ഉണ്ട്. അത് അത്യാവശ്യം നമ്മൾ കഴിഞ്ഞ ഒരു ദിവസം ഞങ്ങൾ 5 ഒരു മൊത്തത്തിൽ 100 കിലോമീറ്റർ ഉണ്ടായിരുന്നു ആ ഒരു യാത്ര. ആ ഒരു 100 കിലോമീറ്റർ യാത്രയിൽ എനിക്ക് ഏകദേശം 20 കിലോമീറ്ററാണ് മൈലേജ് കിട്ടിയത്. ഞാൻ അത്യാവശ്യം നോക്കിയാണ് വണ്ടി ഓടിച്ചത്. ഒരുപാട് RPM കൊടുക്കാത്ത രീതിയിൽ, എന്താ പറയുക, ഗിയർ ആവശ്യമുള്ളിടത്ത് മാത്രം ഡൗൺ ചെയ്തും അങ്ങനെയൊക്കെയുള്ള രീതിയിൽ ഒരുപാട് അങ്ങ് കയറ്റുന്ന സമയത്ത് 3 പേരുണ്ടായിരുന്നു. AC ഒന്ന് ഓഫ് ചെയ്ത് കൊടുത്തു. ആ രീതിയിൽ ഞാൻ ഓടിച്ചു നോക്കി. ആ സമയത്ത് എനിക്ക് 20-നടുത്ത് മൈലേജും ഈ ഒരു വാഹനത്തിന് കിട്ടുകയും ചെയ്തു. അപ്പം ഞങ്ങൾ ഇരുമ്പോൾ കണ്ണൂർ പോയ സമയത്ത് നമുക്ക് ഈ ഒരു 20, 21, 22 റേഞ്ചിൽ വരെ മൈലേജ് എനിക്ക് ഈ ഒരു വാഹനത്തിന് കണ്ണൂർ പോയ സമയത്ത് ആ ഒരു കോഴിക്കോട് ഭാഗത്ത് വെച്ചിട്ടാണ് ആ രീതിയിലുള്ളൊരു മൈലേജ് നമുക്ക് കിട്ടിയത്. അപ്പോൾ അത്യാവശ്യം മൈലേജ് തരുന്നൊരു വാഹനം കൂടിയാണിത്. അത്യാവശ്യം പെർഫോമൻസും തരുന്നൊരു വാഹനമാണ്. നല്ല രീതിയിൽ ഡ്രൈവിംഗ് കംഫർട്ടും കിട്ടുന്നൊരു വാഹനം കൂടിയാണിത്. മൈലേജിനെ കുറിച്ച് ഏകദേശം ഒരു ഐഡിയ കിട്ടി കാണുമല്ലോ. നമുക്ക് എങ്ങനെ പോയാലും നമുക്കൊരു 10-20 കിലോമീറ്റർ റേഞ്ചിലൊരു മൈലേജ് ഈ ഒരു വാഹനത്തിൽ നമുക്ക് കംഫർട്ടായിട്ട് നമുക്ക് എടുക്കാനായിട്ട് സാധിക്കുന്നതാണ്. നെഗറ്റീവ് സൈഡ് നോക്കിക്കഴിഞ്ഞാൽ എനിക്ക് വലിയൊരു നെഗറ്റീവ് സൈഡോ കാര്യങ്ങളൊന്നും ഈ ഒരു വാഹനം തോന്നിയിട്ടില്ല. ഒരു ബുദ്ധിമുട്ട് വന്നത് ഈ ഒരു ലിപ്പ് നമ്മൾ വെച്ച്, ഈ ഒരു ലിപ്പ് വെച്ചതിന് ശേഷം പല സ്ഥലങ്ങളിലും ഇറക്കുന്നതിനൊക്കെ എനിക്ക് ചെറിയൊരു ബുദ്ധിമുട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. പിന്നെ ഇതൊരു ബേസ് മോഡൽ ആയതുകൊണ്ടാണ് ഇതിൻ്റെ ക്ലസ്റ്റർ അത്ര രസമില്ലാത്തതാണ്. അതൊരു നെഗറ്റീവ് സൈഡായിട്ട് എനിക്ക് തോന്നി. ക്ലസ്റ്റർ വലിയ സുഖമൊന്നുമില്ല. കാരണം സെക്കൻഡ് വേരിയൻറ്റ് മുതൽ തന്നെ കുറച്ചുകൂടി നല്ല രീതിയിലുള്ള ക്ലസ്റ്ററാണ് വരുന്നത്. ഞാൻ തിരക്കിയ സമയത്ത് ഏകദേശം ഒരു 15,000 ആ ഒരു റേഞ്ചിൽ കോസ്റ്റ് വരുന്നുണ്ട് ക്ലസ്റ്ററിന്. നമുക്ക് വേണമെങ്കിൽ ആ ഒരു ക്ലസ്റ്റർ ഈ ഒരു ബേസിൻ്റെ അടുത്ത് മാറ്റിയിട്ട് ആ ഒരു സെക്കൻഡ് വേരിയൻറ്റിലേക്ക് വരുന്ന ക്ലസ്റ്റർ നമുക്ക് വേണമെങ്കിൽ ആഡ് ഓൺ ചെയ്യാനായിട്ട് സാധിക്കുന്നു. അത് ആവശ്യമെങ്കിൽ ചെയ്താൽ മതി. സ്റ്റിയറിംഗ് നമുക്ക് വേണമെങ്കിൽ എക്സ്ട്രാ എടുത്ത് ആഡ് ഓൺ ചെയ്യാവുന്നതാണ്. അങ്ങനൊരു കാര്യം. പിന്നെ ആംബ്രസ്റ്റ് ഞാൻ നോക്കിയിട്ടുണ്ട്, അതിനകത്ത് വരുന്നില്ല. ആംബ്രസ്റ്റ് നമുക്കൊരു പേജിൽ സംസാരിച്ചിട്ടുണ്ട്. ആ ഒരു പേജിൽ അയച്ചു തരാമെന്ന് പറഞ്ഞ് അവർക്ക് സ്റ്റോക്ക് ഇല്ലാത്തതുകൊണ്ടാണ്. ഉടനെ അത് വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അത് വരുവാണെന്നുള്ള അതുകൊണ്ട് ഞാൻ കാണിച്ചു തരാം. പിന്നെ ഒരു പോസിറ്റീവ് സൈഡായിട്ട് തോന്നിയത്, ഒരു പോസിറ്റീവ് സൈഡിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോസിറ്റീവ് സൈഡാണത്. നമുക്ക് ഈ ഒരു വാഹനത്തിൽ എല്ലാ ഡോർസിലും
ഈ പറയുന്നതുപോലെ ബോട്ടിൽ ഹോൾഡർ വരുന്നുണ്ട്. അതായത് എല്ലാ ഡോറിലും കംഫർട്ടഡ് ബോട്ടിൽ വെക്കാം. ഈ ഒരു 4 ഡോറിലും ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതുകൊണ്ട് അവിടെയും നമുക്ക് 2 ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. ഈ ഒരു സെൻട്രൽ ടണലിലായിട്ടും ബോട്ടിൽ വെക്കാനുള്ള സ്പേസ് ഉണ്ട്. അതാണ് എനിക്കിതിനകത്ത് ഏറ്റവും അട്രാക്റ്റീവായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു കാര്യം. നല്ല രീതിയിൽ ബോട്ടിൽസ് ഹോൾഡ് ചെയ്യാനുള്ള സ്പേസ് ഇതിനകത്ത് നൽകിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്ലോ ബോക്സ് എടുത്താലും അത്യാവശ്യം സ്പേസ് ഉണ്ട്. കണ്ടോ, അത്യാവശ്യം നല്ല രീതിയിൽ നമുക്ക് സാധനങ്ങൾ ഇതിനകത്ത് ക്യാരി ചെയ്യാനായിട്ട് പറ്റുന്നുണ്ട് ഈ ഒരു ഗ്ലോ ബോക്സിൽ. അത് ഞങ്ങൾക്ക് ഇതുവരെ ഒരു ബുദ്ധിമുട്ടായിട്ട് തോന്നിയിട്ടില്ല. ഗ്ലോ ബോക്സിൽ സ്പേസ് ഇല്ല, അല്ലെങ്കിൽ ഈ ഒരു സെൻട്രൽ ടണലിൽ സ്പേസ് വരുന്നില്ല. സ്പേസ് അതായത് സാധനങ്ങൾ ഇപ്പോൾ ഫോൺ വെക്കുന്നതിനായാലും എല്ലാം വളരെയധികം സ്പേസ് ഈ ഒരു വാഹനത്തിൽ നൽകിയിട്ടുണ്ട്. പിന്നെ ഈ ഒരു കണക്ടർ നമ്മൾ എക്സ്ട്രാ മേടിച്ചതാണ്. ഈ ഒരു ആദ്യോഗി വൈഫ് മേടിച്ച് വെച്ചേക്കുന്നതാണ്. ഇതും അവൾ മേടിച്ചതാണ്. ബാക്കി നമ്മളങ്ങനെ ഒരുപാട് അക്സസറീസ് ഒന്നും ഇതിനകത്ത് ചെയ്തിട്ടില്ല. വേറെ അകത്താണ് ഇവിടെ ഒരു മിറർ നമ്മൾ ഓൺലൈൻ വഴി മേടിച്ചിരുന്നു. ഇവിടെ നമ്മൾ മിറർ വരാത്തത് കൊണ്ടാണത്. അത് ലൈറ്റും കാര്യങ്ങളൊക്കെ വരുന്നതാണ്. ഓൾറെഡി നമ്മുടെ പേജിൽ നമ്മൾ ഇട്ടിട്ടുണ്ടായിരുന്നു. ഒരു 600 രൂപ റേഞ്ചിലാണ് അതിന് കോസ്റ്റ് വന്നത്. അപ്പോൾ അത്രയും കാര്യങ്ങളാണ് നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തത്. പിന്നെ ഒരു മാറ്റ് കൂടി നമ്മൾ മേടിച്ചിട്ടുണ്ടായിരുന്നു. അത് ഏകദേശം അതുകൊണ്ടൊന്ന് കാണിച്ചേക്കാം. സെക്കൻഡ് റോയിൽ കാണിച്ചു തരാം അതെങ്ങനെയാണ് അതിൻ്റെ വ്യൂ എന്നുള്ളത്. കണ്ട, അത് കുറച്ച് അഴുക്കുണ്ട്. കണ്ട, ഇത് സിംഗിൾ മാറ്റാണ് റിയർ പ്രൊഫൈൽ. ഒരു 12,300 രൂപയ്ക്ക് അടുത്ത് അതിന് കോസ്റ്റ് വരുന്നത്. ഒരു സെക്കൻഡ് റോളിൽ നമുക്ക് പവറിൻ്റെ വരുന്നില്ല. പക്ഷേ ഇതുവരെ അത് നമുക്ക് ബുദ്ധിമുട്ടായിട്ടില്ല, പവറിൻ്റെ ഇല്ലാത്തത്. അപ്പോൾ അതും വലിയ കുഴപ്പമൊന്നുമില്ല. പിന്നെ നമ്മൾ ചെയ്തൊരു കാര്യം, ഫ്രണ്ടിൽ നിന്ന് തന്നെ തുടങ്ങാം. നമ്മൾ ചെയ്ത ഓരോ കാര്യങ്ങളിലേക്കും വരാം. ഹെഡ്ലാമ്പ് ഞാൻ തിരക്കിയിരുന്നു. ഹെഡ്ലാമ്പ് നമുക്ക് ടോപ്പനിൽ വരുന്ന ഹെഡ്ലാമ്പ് DRL ആ പോർട്രേറ്റ് ടൈപ്പ് വേണമെങ്കിൽ നമുക്ക് ആഡ് ഓൺ ചെയ്യാം. പക്ഷേ നല്ല വിലയുണ്ട്. ഒരെണ്ണം ഞാൻ മാർക്കറ്റ് പ്ലേസിൽ കണ്ടുവന്ന് 26,000 രൂപ റേഞ്ചിലാണ് അതിന് കിടന്നത്. അപ്പോൾ ന്യൂ എടുക്കുമ്പോൾ എത്രയാണ് വില എന്നുള്ളത് അറിയില്ല. ഞാൻ ന്യൂവിൻ്റെ വില ഞാൻ തിരക്കിയിട്ടില്ല. ഓരോന്നിലേക്കും വരാം. ആദ്യം നമ്മൾ ചെയ്തത് ഈ ഒരു ബമ്പർ ലിപ്പാണ്. ബമ്പർ ലിപ്പ് നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ ചെയ്തേക്കുന്നതാണ്. ബ്ലാക്ക് ഫിനിഷിലാണ്. കുറച്ച് വലിയ പീസാണ് നമ്മൾ ചെയ്തേക്കുന്നത്. കണ്ടോ, യൂണിവേഴ്സലാണ്, എല്ലാ വാഹനങ്ങളും യൂസ് ചെയ്യാൻ പറ്റും. ഇത് നമ്മൾ ചെയ്തത് കൊല്ലത്ത് നിന്നാണ്. കൊല്ലത്ത് ബീച്ച് റോഡിലുള്ള ഒരു കടയിൽ നിന്നാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. നമ്മുടെ കൊട്ടക് മഹേന്ദ്ര ബാങ്കും ഒക്കെ കഴിഞ്ഞ് ബീച്ചിലോട്ട് പോകുമ്പോൾ അവിടെ ലെഫ്റ്റ് സൈഡിലായിട്ടൊരു ഷോപ്പ് വരുന്നുണ്ട്. അവിടെ നിന്നാണ് നമ്മൾ ചെയ്തത്. ഏകദേശം ഒരു 1,400 രൂപ റേഞ്ചിലാണ് നമുക്ക് കോസ്റ്റ് വന്നത്. ഈ ഒരു ഫോഗ് ലാമ്പ് നമ്മൾ ഷോറൂമിൽ നിന്ന് തന്നെ ചെയ്തതാണ്. ഏകദേശം ഒരു 4,500 രൂപയ്ക്ക് അടുത്ത കോസ്റ്റ് വന്നു. നമ്മളത് യെല്ലോയിലേക്ക് മാറ്റിയത് ബൾബ് ഒന്നും മാറ്റിയതല്ല, ജസ്റ്റ് നമ്മൾ സ്റ്റിക്കർ ചെയ്തേ ഉള്ളൂ. നമുക്കത് ലിപ്പ് വെച്ച സമയത്ത് ചെയ്തതാണ്. അതിൻ്റെ പൈസ അവർ മേടിച്ചിട്ടില്ല. 4 ലിപ്പ് വെച്ച സമയത്തായതുകൊണ്ട് അതവർ ഫ്രീ ഓഫ് കോസ്റ്റിൽ ചെയ്തു തന്നു. വെട്ടം കുറച്ച് കുറവുണ്ട്, അതുകൊണ്ട് അല്ലെങ്കിൽ ഒരു ബൾബ് മാറ്റണം. വേറെ ഒരു കാര്യങ്ങൾ നമ്മൾ ഇതിനകത്ത് ചെയ്തിട്ടില്ല. ഈ ഒരു നമ്പർ ബോർഡിന് ചുറ്റും ഒരു ബോക്സ് നമ്മൾ അന്ന് ഷോറൂമിൽ തന്നെ പർച്ചേസ് ചെയ്തതാണ്. ഏകദേശം ഒരു 300-400 രൂപയാണ് അതിന് കോസ്റ്റ് വന്നത്. വേറെ ഒരു കാര്യങ്ങൾ നമ്മൾ ഈ ഒരു ഫ്രണ്ടിൽ നമ്മൾ ചെയ്തിട്ടില്ല. അവിടെ തന്നെ സൈഡിലേക്ക് വരാം. സൈഡിലേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് മോഡിഫിക്കേഷൻസും കാര്യങ്ങളും നമ്മൾ ഈ ഒരു സൈഡ് പോർഷനിൽ ചെയ്തു. മെയിനായിട്ടുള്ളത് നമുക്ക് അലോയിയാണ് നമ്മൾ മെയിൻ അടിച്ചത്. ഇമ്പോർട്ടഡ് വീൽസാണ് നമ്മൾ ചെയ്തത്. പുനലൂർ ടയർസിൽ നിന്നാണ് നമ്മളിത് ചെയ്തേക്കുന്നത്. അതായത് അത് ഞാൻ മേടിച്ചതല്ല, അത് വൈഫ് മേടിച്ച് തന്നതാണ്. നമ്മുടെ ഒരു വീഡിയോയ്ക്ക് അത് പലരും നെഗറ്റീവ് കമൻറ്റ് പറയലുണ്ടായിരുന്നു. അത് സമ്മതിക്കുന്നില്ല, ഇത് സമ്മതിക്കുന്നില്ല എന്നൊക്കെയുള്ള രീതിയിലല്ല. ഇതെനിക്ക് അവൾ മേടിച്ചു തന്നതാണ്, ഞാൻ മേടിച്ചതല്ല. ഞാൻ കുറേ നാൾ പറയുന്നുണ്ടെന്നല്ല അലോയ് മേടിക്കണം എന്നുള്ളത്. ഇതിൻ്റെ ടയർ സൈസ് വരുന്നത് 175/65 R15 ആണ്. ആ ഒരു സെയിം പ്രൊഫൈൽ, അതായത് 15 ഇഞ്ച് തന്നെ വരുന്ന അലോയിയാണ് നമ്മൾ ചെയ്തേക്കുന്നത്. നമുക്ക് ടയർ സൈസ് അപ്ഗ്രേഡ് ചെയ്യാനുള്ള ഓപ്ഷൻ ഉണ്ടായിരുന്നു. അതായത് 15-ൽ നിന്ന് 16-ലേക്ക് മാറ്റാം ഈ ഒരു അലോയ് വീല്. ഈ ഒരു ടയർ അവർ തിരിച്ചെടുക്കുമായിരുന്നു. അലോയുടെ കോസ്റ്റ് വന്നത് 35,000 രൂപയാണ് ഇതിൻ്റെ കോസ്റ്റ് വരുന്നത്. നമുക്ക് 15,000-16,000 രൂപ മുതൽ നമുക്ക് അലോയ് വീല് വരുന്നുണ്ട്. അതായത് ഇതിൻ്റെ ജെനുവൽ അലോയ് ഉണ്ടായിരുന്നു. അവിടെ 16 രൂപയ്ക്ക് അടുത്താണ് കോസ്റ്റ് വന്നത്. 23,000-നും 25,000-നും 30,000-നും എല്ലാം അലോയ് വീൽസ് ഉണ്ടായിരുന്നു. പക്ഷേ എനിക്കിതാണ് പേഴ്സണലി ഇഷ്ടപ്പെട്ടത്. ആ ഒരു വൈറ്റ് വണ്ടിയിൽ ആ ഒരു കോപ്പർ ഫിനിഷ്, ആ ഒരു സ്പോക്കും എല്ലാം നല്ല രസമുണ്ടായത്. ഒരു പ്രീമിയം ഫീൽ കിട്ടുന്നുണ്ട്. ഇത് കണ്ട, ഈ ഒരു ക്യാപ്പ് നമുക്ക് സ്റ്റഡി ആയിട്ട് നിൽക്കും. വണ്ടി ഓടുന്ന സമയത്ത് ഈ ഒരു രീതിയിൽ നല്ല സ്റ്റഡി ആയിട്ട് ഈ ഒരു ക്യാപ്പ് നിൽക്കും. അതൊക്കെ എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. പിന്നെ കാലിബറൊക്കെ നമ്മൾ റെഡിലേക്ക് ഒന്ന് കൺവേർട്ട് ചെയ്യണം. ആ ഒരു പെയിൻറ്റിങ് ക്വാളിറ്റി അത്ര പോരാ. പെയിൻറ്റ് അടിച്ചത് എനിക്ക് അത്ര തൃപ്തി വന്നില്ല. അവർ പെയിൻറ്റ് അടിച്ചത് കാര്യം പ്രോപ്പറായിട്ട് കവർ ചെയ്യാത്ത രീതിയിലാണ് അവർ പെയിൻറ്റും കാര്യങ്ങളൊക്കെ അടിച്ചത്. എനിക്ക് അതങ്ങോട്ട് തീരെ ഇഷ്ടപ്പെട്ടിട്ടില്ല. പലയിടത്തും ആ ഒരു പെയിൻ്റ് ഒന്ന് സ്പ്രെഡ് ആയിട്ടുണ്ടായിരുന്നു. 35 രൂപയാണ് അതിൻ്റെ കോസ്റ്റ് വന്നതെന്നുള്ളത് ഞാൻ പറഞ്ഞു. നമുക്ക് EMI ഓപ്ഷനിൽ വേണമെങ്കിൽ നമുക്കത് ചൂസ് ചെയ്യാവുന്നതാണ്. പിന്നെ അത് അപ്ഗ്രേഡ് ചെയ്യാൻ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 16-ലേക്ക് പോകുന്ന സമയത്ത് ഓൾറെഡി ഈ ഒരു വണ്ടിയുടെ സ്പെക്ക് 15 ഇഞ്ച് വരെയാണ് ഈ വണ്ടിക്ക് കമ്പനി കൊടുത്തത്. അപ്പോൾ 16-ലേക്ക് പോകുന്ന സമയത്ത് കുറച്ച് കഴിയുമ്പോൾ സസ്പെൻഷൻ്റെ പ്രശ്നങ്ങൾ വരാം, മൈലേജ് ഡ്രോപ്പ് ആവാൻ, ഡ്രൈവിംഗ് കംഫർട്ടിനെ അത് ബാധിക്കും, അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ വരും. അതുകൊണ്ടാണ് നമ്മളത് അപ്ഗ്രേഡ് ചെയ്യാഞ്ഞത്. ഫ്രണ്ടിലായിട്ടാണ് ടേൺ ഇൻഡിക്കേറ്റർ വരുന്നത്, മിററിൽ ടേൺ ഇൻഡിക്കേറ്റർ ഇല്ല. നമ്മൾ അവിടെ ഒരു കാര്യങ്ങൾ ചെയ്യുന്നില്ല. അത് അതേപോലെ തന്നെ മെയിൻറ്റെയിൻ ചെയ്യാനാണ് പ്ലാൻ. ഈ ഒരു മിറർ ഫോൾഡിങ് അങ്ങനത്തെ ആവശ്യങ്ങൾ എനിക്കിതുവരെ വന്നില്ല. ഇൻ കേസ് വരുവാണെങ്കിൽ നമുക്ക് അന്നേരം നോക്കാം. പിന്നെ ഒരു A പില്ലർ, B പില്ലർ, ഈ ഒരു പോർഷൻസൊക്കെ നമ്മൾ ബ്ലാക്കിലേക്ക് കൺവേർട്ട് ചെയ്ത് ഏകദേശം ഒരു 1,500 രൂപ റേഞ്ചിൽ അതിന് കോസ്റ്റ് വന്നു. 2 സൈഡും. A പില്ലർ ഇവിടെ വൈറ്റ് ആയിരുന്നു വരുന്നത്, അത് മാറ്റി B പില്ലർ ബ്ലാക്കിലേക്ക് മാറ്റി. ഈ ഒരു പില്ലേഴ്സും ഒക്കെ നമ്മൾ ബ്ലാക്കിലേക്ക് മാറ്റി 1,500 രൂപ റേഞ്ചിൽ കോസ്റ്റ് വന്നു. അതുപോലെ ചെയ്യുമ്പോൾ ഒരു നീറ്റ് വരുള്ളൂ ഈ ഒരു വാഹനം. നല്ല വെയിലുണ്ട് കേട്ടോ രാവിലെ, നല്ല വെയിൽ, നല്ല ഭയങ്കരമായിട്ട് അടിക്കുന്നത്, നല്ല ചൂടുണ്ട് വെയിലിന്.
ഒരു 1500 രൂപയ്ക്ക് കോസ്റ്റ് വന്നു. ഈ റെയിൻ ഗാർഡ് നമ്മൾ വെച്ചേക്കുന്നത് ഇഗ്നിസിൻ്റെ തന്നെതാണ്. ഇഗ്നിസിൻ്റെ തന്നെ അത് വെക്കാൻ പറ്റൂ, ജസ്റ്റ് പറഞ്ഞതേ ഉള്ളൂ. ഒരു 1100 900 രൂപയ്ക്കാണ് എനിക്കിത് അവർ ചെയ്ത് തന്നത്. പിന്നെ ഈ വേറെ കാര്യങ്ങൾ നമ്മൾ ഇവിടെ ഒന്നും ചെയ്തിട്ടില്ല കേട്ടോ. വേറെ കാര്യങ്ങളൊന്നും പ്ലാനും തൽക്കാലം സൈഡ് പോർഷനിലായിട്ട് ചെയ്യാനായിട്ടില്ല. എന്തെങ്കിലും സ്റ്റിക്കറിങ് ഒരു പ്ലാനുണ്ട്, വേറെ ഒന്നുമല്ല, ഈ ഒരു പോർഷനിൽ കൂടി ഒരു സ്റ്റിക്കറിങ് എന്തെങ്കിലും ചെയ്യാനൊരു പ്ലാനുണ്ട്. നല്ലൊരു ഡിസൈനൊന്നും എനിക്കിതുവരെ കിട്ടിയിട്ടില്ല. എന്തെങ്കിലും കിട്ടുവാണെങ്കിൽ നമുക്കത് ചെയ്യണം. നല്ലൊരു സ്റ്റിക്കറിങ് നമുക്കവിടെ ചെയ്യാൻ പ്ലാനുണ്ട്. ക്രോസ് ബാർ വെക്കുന്നില്ല, ക്രോസ് ബാർ വെക്കാൻ പ്ലാനും ഉണ്ട്, പക്ഷേ മൈലേജിൻ്റെ ഡ്രോപ്പൊക്കെ വരും എന്നുള്ളതുകൊണ്ട് തൽക്കാലം ഒന്ന് ആലോചിച്ചിട്ടേ ചെയ്യുന്നുള്ളൂ ക്രോസ് ബാറിൻ്റെ കാര്യം. പിന്നെ സൺഫിലിം നമ്മൾ ഒട്ടിച്ചു. നമ്മൾ ഏണാത്തുള്ളൊരു ഷോപ്പിൽ നിന്നാണ് ഒട്ടിച്ചത്. നമ്മുടെ സുഹൃത്തിൻ്റെ ഷോപ്പാണ്, ഏണാത്താണ് അത് വരുന്നത്. ഞാൻ ഓൾറെഡി അതിൻ്റെ വീഡിയോ ഇട്ടിട്ടുണ്ട്. സൺഫിലിം നമ്മൾ 4 ഡോറിലും ഈ ഒരു റിയർ ഗ്ലാസ്സിലുമാണ് നമ്മൾ ഒട്ടിച്ചത്. ഏകദേശം ഒരു 4000 ആ ഒരു റേഞ്ചിലാണ് കോസ്റ്റ് വന്നത്. 1 ഇയർ വാറൻറ്റിയൊക്കെ വരുന്ന നല്ല അത് ആ ഒരു എന്താ പറയുക, അതാണ് ചെയ്തത്. നല്ലൊരു ബ്രാൻഡഡ് സാധനമാണ് നമ്മൾ ചെയ്തത്. അതും ഏകദേശം 4000-നടുത്ത് കോസ്റ്റ് വന്നു. അത്യാവശ്യം കൂളിങ്ങും എല്ലാം ഇപ്പോൾ നല്ല രീതിയിൽ നിൽക്കുന്നുണ്ട്. വണ്ടി പെട്ടെന്ന് കൂളാവുകയും ചെയ്യുന്നുണ്ട്. ഇനിയൊരു പ്ലാൻ, ഈ ഒരു ഇഗ്നിസിൻ്റെ ബ്രാൻഡിങ് എടുത്ത് കളയണം. സുസുക്കിയുടെ ലോഗോ ബ്ലാക്കിലേക്ക് കൊണ്ടുവരണം. ഫ്രണ്ടിലത്തെ ക്രോം എലമെൻറ്റ്സ് എല്ലാം ബ്ലാക്കിലേക്ക് മാറ്റണം. ഈ ഒരു ലൈറ്റ് സ്മോക്ക് ആക്കണം. പിന്നെ ഈ ഒരു സ്പോയിലർ നമ്മൾ വെച്ചു. സ്പോയിലറിന് നമുക്ക് കോസ്റ്റ് വന്നത് ഏകദേശം ഒരു 2400 രൂപയാണ് സ്പോയിലറിൻ്റെ കോസ്റ്റ് വരുന്നത്. ഷാർഫിൻ ആൻറ്റിന് നമ്മൾ വെച്ചു. 250 രൂപയാണ് ഷാർഫിൻ ആൻറ്റിനയ്ക്ക് കോസ്റ്റ് വന്നത്. നമ്മളത് ഓൺലൈൻ വഴി മേടിച്ചതാണ് ഷാർഫിൻ ആൻറ്റിന. നിങ്ങൾക്കും ജസ്റ്റ് ഓൺലൈൻ വഴി നമ്മൾ ഇൻസ്റ്റാ പേജിൽ അതിൻ്റെ ലിങ്ക് നമ്മൾ ഇട്ടിട്ടുണ്ട്. വേറെ കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഒരു പുറമേ നിന്ന് ചെയ്തിട്ടില്ല. ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വാഹനത്തിൽ പുറമേ നിന്ന് നമ്മൾ ചെയ്തത്. ഇനി അകത്തേക്ക് വരാം. അകത്തേക്ക് വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് കാര്യങ്ങൾ ഇൻറ്റീരിയറിൽ നമ്മൾ ചെയ്തു. മെയിനായിട്ട് വരുന്ന കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഒന്നാമത്തെ കാര്യം നമ്മൾ സെൻട്രൽ ലോക്ക് ചെയ്തു. ഏകദേശം 7000-നടുത്ത് കോസ്റ്റ് വന്നു. ഇൻഫോർടൈൻമെൻറ്റ് സിസ്റ്റം നമ്മൾ എക്സ്ട്രാ വെച്ചതാണ്. അതിന് 2000 രൂപ മാത്രമേ കോസ്റ്റ് വന്നിട്ടുള്ളൂ. നമ്മൾ സെക്കൻഡ് മേടിച്ചതാണ്. പിന്നെ സ്പീക്കർ 4 വെച്ചിട്ടുണ്ട്. JBLൻ്റെ സ്പീക്കറാണ് നമ്മൾ വെച്ചേക്കുന്നത്. ഏകദേശം ഒരു 6400 രൂപയ്ക്കടുത്ത് JBLൻ്റെ സ്പീക്കറിന് നമുക്ക് റേറ്റ് വന്നിട്ടുണ്ട്. വേറെ വലുതായിട്ടൊന്നും നമ്മൾ ഇൻറ്റീരിയറിൽ ചെയ്തിട്ടില്ല. പിന്നെ ഒരു മാറ്റ് കൂടി നമ്മൾ എക്സ്ട്രാ ഇട്ടു എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയുമൊക്കെയാണ് നമ്മൾ ഈ ഒരു വണ്ടിയിൽ ചെയ്തത്. മൈലേജൊക്കെ ഇതാണ് ഏകദേശം എനിക്ക് കിട്ടുന്നത്. ഫസ്റ്റ് സർവീസിന് എനിക്ക് പ്രത്യേകിച്ച് കോസ്റ്റ് ഒന്നും വന്നില്ല. വെറും 80 രൂപയാണ് ഫസ്റ്റ് സർവീസിന് കോസ്റ്റ് വന്നേക്കുന്നത്. സെക്കൻഡ് സർവീസിന് കോസ്റ്റ് കാര്യങ്ങളൊന്നുമില്ല. തേർഡ് സർവീസിനാണ് അവർ എന്താ പറയുക ഓയിൽ ചേഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞേക്കുന്നത്. വേറെ കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് നമ്മൾ എക്സ്ട്രാ ചെയ്തിട്ടില്ല. ഇനി കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാൻ പ്ലാനുണ്ട്. കാര്യം നമ്മൾ വണ്ടിയിൽ ചെയ്തു തുടങ്ങിക്കഴിഞ്ഞാൽ തീരത്തില്ല, നമ്മളിങ്ങനെ ചെയ്തുകൊണ്ടേയിരിക്കും. അതങ്ങനെയാണ്. ഇപ്പോൾ ഏകദേശം ഒരു നീറ്റായി എന്നാണ് എൻ്റെ വിശ്വാസം. എൻ്റെ സുഹൃത്തുക്കളിൽ കൂടുതൽ പേരും പറഞ്ഞത് ഈ ഒരു അലോയ് വീൽ ഇടുന്ന കാര്യമാണ്. പിന്നൊരു കാര്യം നമ്മൾ ചെയ്യാൻ പ്ലാനുള്ളത് ഫാസ്റ്റാഗ് നമുക്ക് ഈ ഇപ്പോൾ ഒരു 3000 രൂപയ്ക്ക് 1 വർഷത്തേക്കുള്ള പാസിൻ്റെ കാര്യം പറയുന്നുണ്ട്. അത് നമുക്കൊന്ന് എടുക്കണം. അത് എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ കാണിച്ചു തരാം എങ്ങനെയാണ് നമ്മളത് എടുക്കുന്നത് എന്നുള്ളത് കാണിച്ചു തരാം. അതിൻ്റെ ഉപയോഗവും ഞാൻ പറഞ്ഞു തരാം. അപ്പോൾ അതുകൂടെ ഒന്ന് എടുക്കണം. അതാണ് ഇപ്പോൾ ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. നമുക്ക് അത്യാവശ്യം യാത്രയുണ്ട്. നമ്മൾ കൂടുതലും ടോൾ പാസ് ചെയ്ത് തന്നെയാണ് പോകൽ. തിരുവനന്തപുരത്തോട്ട് പോകലുണ്ട്, അവിടെ ടോളുണ്ട്. എറണാകുളം, കണ്ണൂർ, തൃശ്ശൂർ ഭാഗത്തോട്ട് പോകലുണ്ട്, അവിടെ ടോളുണ്ട്. കോഴിക്കോട് ടോളുണ്ട്. ഇവിടെ എല്ലാം നമ്മൾ പോകലുണ്ട്. ഇനി ബാംഗ്ലൂർ പോകാനുണ്ട്, അവിടെ ഒരുപാട് ടോളുകളുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടെ പോകുന്ന സമയത്ത് നമ്മൾ നഷ്ടമാണ്. അപ്പോൾ ആ ഒരു ഇതുകൂടി എടുക്കണം. ഒരു 3000 രൂപയുടെ ആ ഒരു ഫാസ്റ്റാഗ് കൂടി എടുത്തു കഴിഞ്ഞാൽ 200 വട്ടം എന്തോ നമുക്ക് ടോൾ പാസ് ചെയ്യാം. ഒരു 15 രൂപ റേഞ്ചിൽ എന്തോ ഒരു ടോളിന് വരികയുള്ളൂ. അതൊരു പ്ലാനുണ്ട്, അതുകൂടെ നമുക്കൊന്ന് ചെയ്യണം. അപ്പോൾ ഇതും എല്ലാം ഒന്ന് ഡീക്രോമിലേക്ക് മാറ്റണം. കളറിനകത്ത് എന്തെങ്കിലും ചേഞ്ച് വരുത്താനുണ്ടോ നോക്കണം. വേറെ ഒന്നും ഞാനൊരു ഫോട്ടോ കണ്ടിരുന്നു. അതായത് ടോപ്പിലൊരു ഒരു റെഡ് പോലത്തെ ഒരു കളർ തീം കൊടുത്തിട്ട് ഇവിടെയും ആ ഒരു കളർ തീം കൊടുത്തേക്കുന്നത് നല്ല രസമുണ്ട് അത് കാണാനായിട്ട്. റിയൽ ലൈഫിൽ എങ്ങനെ ആവും എന്നുള്ളത് അറിയില്ല. അപ്പം വേറെ എന്തുമില്ല ഇന്നത്തെ വീഡിയോ. ജസ്റ്റ് ഞാനൊന്ന് കാണിച്ചതേ ഉള്ളൂ. ഓരോന്നും ചെയ്തതിന് എത്ര രൂപ കോസ്റ്റ് വന്നിട്ടുണ്ട്, വണ്ടിയുടെ പോസിറ്റീവും നെഗറ്റീവും എല്ലാം കാണിച്ചുകൊണ്ടൊരു വീഡിയോ എടുത്തെന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ ഇതേപോലെ ഉപകാരപ്പെടുന്ന ഒരു വീഡിയോയുമായി ഞാൻ അടുത്തൊരു ദിവസം വരാം. അതുവരെ നമ്മുടെ എല്ലാ കൂട്ടുകാർക്കും ബൈ.